ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുജീബ് ബാബുസന സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ 4 വ്യാഴാഴ്ച തേയിലെത്തി എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് ഓവർ എന്നതിലെടുത്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ചിത്രത്തിൽ രാം ചരൺ, ശിവരാജ്കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി വമ്പം പ്രമോഷനുടെ തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് പ്രീമിയർ ഷോ ഉൾപ്പെടെ ലോകമെമ്പാടുമായി പ്രീസെയിലായി കിട്ടിയിരുന്നത് 76 കോടിയുമുള്ളായിരുന്നു. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നത് 11,36,000 രൂപയായിരുന്നു. നിലവിൽ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 30-35 ലക്ഷം റേഞ്ചിൽ ആദ്യ ദിവസം നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 100 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് 150 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിനടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ഇന്നലെ ബുധനാഴ്ചയോടെ ചിത്രം 2 വാരം പിന്നിട്ട് 15ാം ദിവസം കൂടിയായ മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1,15 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൽ 14 ദിവസം കൊണ്ട് 81 കോടി രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 15ാം ദിവസം കൂടിയായ ഇന്ന് വ്യാഴാഴ്ച ആദ്യമായി കേരളത്തിൽ 1 കോടിക്ക് താഴെ മാത്രം നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 81 കോടി 80 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 127 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 20 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 159 കോടി 32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 23 കോടി 93, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 36 കോടി 77, കേരളത്തിൽ 14 കോടി 21, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 18 എന്നിങ്ങനെ 237 കോടി 41 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് $8.27 മില്യൺ, അതായത് 79 കോടി 30 ലക്ഷം രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 316 കോടി 71 ലക്ഷം രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇനി 21ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ 1 കോടി 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 160 കോടി 50 ലക്ഷം റേഞ്ചിലാണ് തമിഴ്നാട് കളക്ഷൻ 21 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. 21 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 318 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 175 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ട്രാക്കേഴ്സ് റിപ്പോർട്ടിൽ ഈ സിനിമ 160 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മെയ് 28 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 14 കോടി 69 ലക്ഷം രൂപയാണ്. കേരളത്തിൽ 6 കോടി 71, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5 കോടി 4, കർണാടകയിൽ 2 കോടി 76, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 15 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ 29 കോടി 35 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് $8,10,000, അതായത് 7 കോടി 76 ലക്ഷം രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ 37 കോടി 11 ലക്ഷം രൂപയാണ് ബ്ലാസ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി 8ാം ദിവസമായി വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 16 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് 90 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 7 കോടി 60 ലക്ഷം റേഞ്ചിലാണ് ബ്ലാസ്റ്റ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യൻ കളക്ഷനായി 33 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 40 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ ജൂൺ 5 വെള്ളിയാഴ്ച മലയാളം, ഹിന്ദി, തമിഴ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നുണ്ട്. നസ്രിയൻ നായകനായി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. രാമു ഹുസൈനിൽ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ സംഗീത് പ്രതാപ്, അൽതാഫ് സലീം, ഷറഫുദ്ദീൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. 2 മണിക്കൂർ 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് UA 16+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് JX ബിജോയിയാണ്. വിശ്വജിത്ത് ഛായാഗ്രഹണവും നിതിൻ രാജ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിലേക്ക് വന്നാൽ കേരളത്തിൽ 50 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ 1 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ ജൂൺ 5 വെള്ളിയാഴ്ച തിളങ്ങുന്ന ബോളിവുഡ് സിനിമയാണ് ഹായ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് യൂനുസ് സജാവലാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ, മൃണാൾ താക്കൂർ, മനീഷ് പോൾ, മവനി റോയ്, കുബ്ര സയ്യിദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നാളെ ജൂൺ 5 തിയേറ്ററിലെത്തുന്ന 2ാമത്തെ ബോളിവുഡ് സിനിമയാണ് ബാന്ദാർ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ബോബി ഡിയോൾ, സന്യ മൽഹോത്ര, സപ്ന പബ്ബി, സബ്ബ ആസാദ്, രാജ്ബി ഷെട്ടി, മലയാളി താരം ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സയ്യിദ് റാസ് റിസ്വി ഛായാഗ്രഹണവും ആരതി ബജാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ശിവഹരി വർമ്മയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ജയറാം, ഉർവശി എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡിരാജ് സംവിധാനം ചെയ്യുന്ന പരിമള ആൻഡ് കോ എന്ന തമിഴ് സിനിമയും നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. മിസ്കിൻ, യോഗി ബാബു, ശാന്തി മാസ്റ്റർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ജോർജ് സി വില്യംസ് ഛായാഗ്രഹണവും പ്രദീപ് രാഘവ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.